ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണ സിനിമകൾ അങ്ങനെ തിയേറ്ററിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് ബദ്രഹേൻ കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഏടി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിവിൻ പോളി, മമിത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, ശ്യാൻ മോഹൻ, ബിന്ദു പണിയർ, സുരേഷ് കൃഷ്ണ, ശ്രീന്ദ, മീനാക്ഷി രവീന്ദ്രൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ DOP അജ്മൽ സാബുവും എഡിറ്റിംഗ് ആകാശ് ജോസഫുമാണ്. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ബാസിൽ, ദിലീഷ് പുത്തൻ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേരാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ 37 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ രാവിലെ 9 മണിക്കാണ് കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചത്. ചിത്രത്തെക്കുറിച്ച് പുറത്തുവരുന്ന ആദ്യ റിപ്പോർട്ട് നിവിൻ പോളി ഈ ഓണം തൂക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഗിരീഷ് ഏടിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരിക്കും ബദ്രഹേൻ കുടുംബ യൂണിറ്റ്. നേരത്തെ വന്ന പ്രിവ്യൂ റിപ്പോർട്ടും പോസിറ്റീവ് അഭിപ്രായം തന്നെയായിരുന്നു നേടിയെടുത്തിരുന്നത്. നിവിൻ പോളി, മമിത കൊമ്പ തകർത്ത് അഭിനയിച്ചു. അതോടൊപ്പം തന്നെ കോമഡിയും റൊമാൻറ്റിക്കും ലവ് സ്റ്റോറിയും ഒക്കെ നിറഞ്ഞ ഫാമിലിക്ക് വർക്കാവുന്ന സിനിമ. എന്തായാലും ഈ ഓണം ബദ്രഹേമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. സിനിമയുടെ DOP, എഡിറ്റിംഗ്, സ്കോർ, മേക്കിംഗ് എന്നിങ്ങനെ ഓരോ അഭിനേതാക്കളുടെയും മികച്ച പ്രകടനങ്ങൾ എന്നിങ്ങനെ സിനിമ എല്ലാ മേഖലയിലും തകർപ്പൻ അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായം സിനിമ നേടിയെടുത്തോടെ വമ്പം ബുക്കിംഗും സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ 4000-ന് മുകളിൽ എത്തിക്കഴിഞ്ഞ ബുക്കിംഗ് ഇന്ന് രാവിലെ 3000-ആയി താഴ്ന്നെങ്കിലും പിന്നീട് പടിപടിയായി 5000, 6000, 7000, 8000 എന്നിങ്ങനെ 9000, 10000 ഒക്കെ പിന്നിട്ട് നിലവിൽ 20000 ടിക്കറ്റിലേക്കാണ് മണിക്കൂറിൽ എത്തി നിൽക്കുന്നത്. സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ടും കൃത്യമായ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഫൈനൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 1,93,00,000 രൂപയാണ്. കർണാടകയിൽ 23 ലക്ഷം, തമിഴ്നാട്ടിൽ 10 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 2,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5,50,000 എന്നിങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 2,34,00,000 രൂപയാണ്. വേൾഡ് വൈഡ് പ്രീസെയിലായി 4,62,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഗംഭീര അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ഇരുമുടി. ശിവ നിർവ്വാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രവി തേജ, പ്രിയ ഭവാനി ശങ്കർ, സ്വാസിക വിജയ്, അജയ് ഘോഷ് എന്നിങ്ങനെ വമ്പൻ താരനിരയും അണിനിരന്നിട്ടുണ്ട്. GV പ്രകാശ് കുമാർ സംഗീതം പാർന്ന ഈ സിനിമയുടെ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഹെവി പോസിറ്റീവാണ്. നിലവിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ഈ സിനിമയ്ക്ക് നിലവിൽ കൂടുതൽ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് ലുലു, PVR ഉൾപ്പെടെ ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ നിലവിൽ ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും മണിക്കൂറിൽ 26,000, 27,000, 28,000, 30,000 ടിക്കറ്റ് വരെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ പ്രീസെയിലായി ഈ സിനിമ തെലങ്കാനയിൽ 3,20,00,000 രൂപയും ആന്ധ്രയിൽ 2,61,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ 5,81,00,000 രൂപയാണ് തെലുങ്ക് പ്രീസെയിൽ. കർണാടകയിൽ 55 ലക്ഷം, തമിഴ്നാട്ടിൽ 13 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 8 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് പ്രീസെയിലായി നേടിയെടുത്തത് 6,57,00,000 രൂപയാണ്. വിദേശത്ത് 1,53,00,000 ഉൾപ്പെടെ 7,90,00,000 രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തിരുന്നത്. അടുത്ത സൂപ്പർ ബമ്പർ ഹിറ്റ് തെലുങ്ക് സിനിമയായിരിക്കും ഇരുമുടി എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഓണം കളറാക്കാൻ ഓഗസ്റ്റ് 26-ന് തിയേറ്ററെത്തുന്ന സിനിമയാണ് ടോക്സിക്. ഏറെ നാളുകൾക്ക് ശേഷം യാഷ് പ്രധാന താരമായി എത്തുന്ന ഈ സിനിമ ഗീതു മോഹൻദാസാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. യാഷ്, ഗീതു മോഹൻദാസ് എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. കിയാര അദ്വാനി, ഹുമ ഖുറേഷി, നയൻതാര, ആര സുതാര്യ, രുക്മിണി വസന്ത് എന്നിങ്ങനെ വനിതാ താരനിരയാണ് യാഷിനൊപ്പം അണിനിരന്നിരിക്കുന്നത്. രവി ബസ്രൂറാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. രാജീവ് രവി DOPയും ഉജ്ജൽ കുൽക്കർണി എഡിറ്റിംഗും നിർവഹിക്കുന്നു. കന്നഡയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകളിലായി പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററെത്തുന്ന ഈ സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മണിക്കൂറിൽ ബുക്ക് മേശയിലൂടെ ഈ സിനിമയ്ക്ക് 23,000, 25,000 ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കർണാടകയിൽ കാന്താര ചാപ്റ്റർ 1-നെ മറികടന്നുള്ള ഒരു ബുക്കിംഗാണ് നടക്കുന്നത്. 7,25,00,000 രൂപ നിലവിൽ കർണാടകയിൽ പ്രീസെയിലായി കിട്ടിയിട്ടുണ്ട്. ആദ്യ 10 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഇന്ത്യൻ പ്രീസെയിൽ 11 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ, മാളവിക ശർമ്മ, ഷമ്മി തിലകൻ, ഇന്ദ്രൻസ്, കൃതി ഷെട്ടി, നീൽ, നിതിൻ മുകേഷ്, രഞ്ജി പണിക്കർ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 5,30,00,000 രൂപയാണ് ഇന്നലെ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 11,02,00,000 രൂപയുമാണ്. അപ്പോൾ ഓണം കളറാക്കാൻ ഒട്ടനവധി സിനിമകളാണ് വന്നിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.